മസിൽ ബിൽഡിംഗ് ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ മാക്സിമം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കുറെ വാമപ്പ് സെറ്റ് ചെയ്ത് നിങ്ങളുടെ സ്ട്രെങ്ത് വേസ്റ്റ് ആയി കളയേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ മസിൽ ബിൽഡിങ്ങിന് വേണ്ടി എങ്ങനെയാണ് ഒരു സെറ്റ് സ്ട്രക്ചർ ചെയ്യേണ്ടത്? അതിന് പലതരത്തിലുള്ള ടെക്നിക്കുകളുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റാമപ്പ്, ടോപ്പ് സെറ്റ് ആൻഡ് ബാക്ക് ഓഫ് സെറ്റ് ആണ്. അതായത് ഫസ്റ്റ് ഫ്യൂ റാമപ്പ് സെറ്റ് ചെയ്യുക, അതായത് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്തോറും റെപ്പ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മെയിൻ സെറ്റ് അല്ലെങ്കിൽ ടോപ്പ് സെറ്റിൽ എത്താനുള്ള വാമപ്പ് ഇതിലൂടെ തന്നെ സംഭവിക്കും. എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഞാനിവിടെ ബാക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി 40 kg ആണ് ആദ്യം ഈ റാമപ്പ് സെറ്റിന് വേണ്ടി ഇട്ടേക്കുന്നത്. അതായത് 40 പൗണ്ടാണ് ഇവിടെ, പക്ഷെ ഇത് 40 kg ആണെന്ന് നിങ്ങൾ വെച്ചോ. സോ ഞാൻ ആ 40 kg ഒരു 8 റെപ്പിറ്റേഷൻ ചെയ്തു. ഇനി അടുത്ത റാമപ്പ് സെറ്റിന് 60 kg കൊണ്ടിട്ടിട്ട് 5 റെപ്പിറ്റേഷൻ ആണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടുന്നതനുസരിച്ച് റെപ്പ് കുറവാണ് ചെയ്യേണ്ടത്. പിന്നെ 90 kg കൊണ്ടിട്ടിട്ട് 2 റെപ്പിറ്റേഷൻ ചെയ്യുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് ടോപ്പ് സെറ്റ് എത്ര ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ ഇതിൽ നിന്ന് കിട്ടും. സോ ഈ റാമപ്പ് സെറ്റിലൂടെ ഞാൻ ഓൾറെഡി വാമപ്പ് ആയിട്ടുണ്ട്. സോ എന്റെ മെയിൻ സെറ്റ് എന്ന് പറയുന്നത് 120 കിലോയാണ്. അപ്പോൾ 120 കിലോ ഇട്ടിട്ട് ഞാൻ ഒരു 10 റെപ്പിറ്റേഷൻ ആണ് കളിക്കാൻ പോകുന്നത്. ഒരു 10 റെപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു 2 reps in റിസർവ് വെച്ചിട്ടാണ്. റെപ്സ് ഇൻ റിസർവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു 12 റെപ്പിറ്റേഷൻ ആ മെയിൻ സെറ്റിൽ കളിക്കാൻ പറ്റുമെങ്കിൽ, അതായത് 12 ആണ് നിങ്ങളുടെ ഫെയിലിയർ സെറ്റ് എങ്കിൽ നിങ്ങൾ ഒരു 10 എത്തുമ്പോഴും നിർത്തുക. അപ്പൊ അതിൽ 2 reps നിങ്ങൾ റിസർവ് ചെയ്താണ് നിർത്തിയേക്കുന്നത്. അതിനാണ് റെപ്സ് ഇൻ റിസർവ് എന്ന് പറയുന്നത്. അതിനുശേഷം വെയിറ്റ് ഒരു 10 to 15% റെഡ്യൂസ് ചെയ്തിട്ട് 2-3 ബാക്ക് ഓഫ് സെറ്റ് ചെയ്യുക. പിന്നെ ഈ ബാക്ക് ഓഫ് സെറ്റ് ചെയ്യുമ്പോഴും ഒരു 1 to 2 RIR ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയുള്ള ഹെവി ഹൈ ക്വാളിറ്റി പെർഫോമൻസ് സ്റ്റിമുലസ് കിട്ടും. പിന്നെ എക്സസീവ് വാം സെറ്റ് കൊണ്ടുള്ള സ്ട്രെങ്തും വേസ്റ്റ് ആവത്തില്ല. അറ്റ് ദ സെയിം ടൈം ബാക്ക് ഓഫ് സെറ്റ് ചെയ്യുന്നതിലൂടെ ഹൈപ്പോട്രോഫിക്ക് വേണ്ടിയുള്ള വോളിയം അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അടുത്ത എക്സസൈസിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതുപോലെ റാമപ്പ് സെറ്റ് ചെയ്ത് വാമപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്ട്ലി വർക്കിംഗ് സെറ്റിലോട്ട് പോകാവുന്നതാണ് ഒരു 1 to 2 reps റിസർവ് ഇട്ടിട്ട്.